ഹായ് ഹലോ വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. അപ്പോൾ ഇന്നത്തെ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്നൊരു ഇൻവിസിബിൾ ചോക്കറാണ് ചെയ്യുന്നത്. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോവാം. എന്തൊക്കെ ഐറ്റംസ് വേണം നോക്കാം. അതിനായിട്ട് ആദ്യം നമ്മൾ ഗിയർ വയർ എടുത്തിട്ടുണ്ട്. പിന്നെ ഇതാ ലക്ഷ്മി ലോക്കറ്റാണ്. ഇതിങ്ങനെ ഒരു പാക്കറ്റായിട്ടാണ് കേട്ടോ നമുക്ക് കിട്ടാം. സിംഗിൾ പീസായിട്ടും കിട്ടും. പിന്നെ ഫിഷ് ഹൂക്ക്, ചെറിയ ഗോൾഡൻ ബീഡ്, സൈഡ് റിങ്, ഇത് കുറച്ച് ഡിസൈനർ ബീഡാണ്, കുറച്ച് വലുത്. പിന്നെ വേണ്ടത് ക്രിസ്റ്റൽ ബീഡ് നമ്മൾ ആ സെൻറ്ററിൽ വരുന്ന ലോക്കറ്റിൻ്റെ സെൻറ്ററിൽ വരുന്ന സ്റ്റോണിന് മാച്ചായിട്ടുള്ള കളർ എടുക്കണം. നമുക്ക് ഗിയർ വയർ നമ്മുടെ ആവശ്യത്തിന് നീളത്തിന് കട്ട് ചെയ്തെടുക്കാം. അതിന് ശേഷം അതിൻ്റെ സെൻറ്റർ ഒന്ന് നമ്മൾ നോക്കുക ഏതാണ് സെൻറ്റർ വരുന്നതെന്ന്. അതിൻ്റെ സെൻറ്ററിലായിട്ട് നമുക്ക് ലോക്കറ്റും അതുപോലെ 2-3 ബീഡ്സുമാണ് വരേണ്ടത്. അപ്പോൾ അതിനെ ലോക്ക് ചെയ്ത് നിർത്താനായിട്ട് നമുക്ക് ഗിയർ ലോക്ക് എടുത്ത് ആദ്യം തന്നെ ലോക്ക് ചെയ്ത് കൊടുക്കണം. അപ്പോൾ സെൻറ്റർ കറക്റ്റ് നോക്കുക. അപ്പോൾ അതിൻ്റെ ഒരു സൈഡിലേക്ക് ഗിയർ ലോക്ക് ഇട്ട് കൊടുക്കുക. സെൻറ്ററിൽ നിന്ന് ഒരു ഇത്തിരി നീങ്ങിയിട്ട് ഒരു ഗിയർ ലോക്ക് ഇട്ട് ലോക്ക് ചെയ്ത് കൊടുക്കുക. അപ്പോൾ കറക്റ്റ് നമ്മൾ സെൻറ്റർ നോക്കിയിട്ടൊക്കെ ചെയ്യുക. അപ്പോൾ നമ്മുടെ ഗിയർ വയർ അധികം നമുക്ക് കളയേണ്ടി വരില്ല. അങ്ങനെ ആകുമ്പോൾ ഇതുപോലെ സെൻറ്ററിൽ നിന്ന് കുറച്ച് നീക്കിയിട്ട് ആ ഗിയർ ലോക്ക് ഇട്ടൊന്ന് ലോക്ക് ചെയ്ത് കൊടുക്കാം. ബീഡ്സാണ് നമുക്കിനി അടുത്തത് കോർത്ത് കൊടുക്കേണ്ടത്. സെൻറ്ററിലെ ലോക്കറ്റ് ആദ്യം ചെയ്തെടുക്കണം. ഇനി നമുക്ക് നമ്മുടെ ബീഡ്സുകൾ കോർത്ത് കൊടുക്കാം. ഞാനിവിടെ ക്രിസ്റ്റൽ ബീഡാണ് ആദ്യം കോർത്ത് കൊടുക്കുന്നത്. അപ്പോൾ നമ്മൾ ലോക്ക് ചെയ്തതിൻ്റെ ഇപ്പുറത്തെ സൈഡിലെ വയറിൻ്റെ ഉള്ളിലൂടെ വേണം കേട്ടോ ബീഡ്സ് കോർക്കാനായിട്ട്. അപ്പോൾ ആദ്യം ക്രിസ്റ്റൽ ബീഡ് കോർക്കാം. അതിന് ശേഷം നമ്മൾ ആ വലിയ ഗോൾഡൻ കളർ ബീഡ് എടുത്ത് വെച്ചിരിക്കുന്നത് ഒരെണ്ണം കോർക്കുക. അതൊരു ഡിസൈനർ ബീഡാണ് കേട്ടോ, അത് നല്ല ക്വാളിറ്റി ഉള്ള ബീഡാണ്. അതിന് ശേഷം വീണ്ടും ഒരു ക്രിസ്റ്റൽ ബീഡ്, അതിന് ശേഷമാണ് നമ്മൾ ലോക്കറ്റ് ഇട്ട് കൊടുക്കുന്നത്. ഇതൊക്കെ നമ്മുടെ ഇഷ്ടത്തിന് ചെയ്യാം. അപ്പോൾ ഇതെനിക്കൊരു കസ്റ്റമറുടെ ഓർഡറാണ്. അപ്പോൾ അവർക്ക് സെൻറ്ററിലെ ആ ഒരു ലോക്കറ്റ് മാത്രമാണ് അവർ പറഞ്ഞിരുന്നത്. അപ്പോൾ ഞാൻ അതിൻ്റെ അപ്പുറത്തേക്ക് കുറച്ച് ബീഡും കൂടി കോർത്തിട്ടാണ് ചെയ്ത് കൊടുത്തത്. അപ്പോൾ അവർക്ക് ഒരുപാട് ഇഷ്ടമായി. അപ്പോൾ ഞാൻ പറഞ്ഞിരുന്നു ഇങ്ങനെ ചെയ്യാം, ജസ്റ്റ് ലോക്കറ്റ് മാത്രമായിട്ട് ചെയ്യണ്ടെന്ന് പറഞ്ഞപ്പോൾ അവർ ഓക്കെ പറഞ്ഞു. അപ്പോൾ അങ്ങനെ ചെയ്തൊരു വർക്കാണ്. അപ്പോൾ അത് നിങ്ങൾക്കും കൂടി കാണിച്ചു തരാമെന്ന് വിചാരിച്ചു. ഞാനിത് വേറെ മോഡലുകൾ ഇതേപോലെ ഇൻവിസിബിൾ ചോക്കറുകൾ ചെയ്തിട്ടുണ്ട്. അപ്പോൾ എല്ലാവരും ആ വീഡിയോസൊക്കെ ഒന്ന് പോയി കാണാം. അതുപോലെ തന്നെ എൻ്റെ ഈ വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. നമ്മൾ സെൻറ്ററിൽ ലോക്കറ്റ് ഇട്ടതിന് ശേഷം നമ്മൾ ആദ്യം ചെയ്ത പോലെ തന്നെ ഒരു ക്രിസ്റ്റൽ ബീഡ്, വീണ്ടും ഒരു ഗോൾഡൻ ബീഡ്, വീണ്ടും ഒരു ക്രിസ്റ്റൽ ബീഡ്, ആ രീതിയിൽ തന്നെ അത് അപ്പുറത്തെ സൈഡിൽ എങ്ങനെയാണോ കോർത്തത് അതേ രീതിയിൽ തന്നെ കോർത്ത് കൊടുക്കാം. എന്നിട്ട് നമുക്ക് വീണ്ടും നമ്മുടെ ഗിയർ ലോക്ക് ഇട്ടൊന്ന് ലോക്ക് ചെയ്ത് കൊടുക്കാം. സിമ്പിളായിട്ട് ചെയ്യുകയാണെങ്കിൽ നമുക്കിത് ഇത്ര മാത്രമായിട്ട് ചെയ്യാം. ഞാൻ ഈ മോഡലിൽ ചെയ്തിട്ടുണ്ട്. അതുപോലെ തന്നെ പാലക്കേടയും ഇതേ രീതിയിൽ ചെയ്തിട്ടുണ്ട്. പക്ഷെ ഞാൻ അതിൻ്റെ സൈഡിലേക്ക് ബീഡ്സും കൂടി കോർത്തിട്ടാണ് ചെയ്യുന്നത്. സൈഡിൽ നമ്മൾ ഇതേപോലെ തന്നെ ലോക്കറ്റും ഇട്ട് നമുക്ക് ചെയ്യാം, ബീഡ്സും ലോക്കറ്റും ഇട്ട് ചെയ്യാം, അങ്ങനെയും ചെയ്യുന്നുണ്ട്. പക്ഷെ ഇത് സിമ്പിളായിട്ട് ചെയ്യുന്നതാണ്. അപ്പോൾ അതുകൊണ്ട് നമുക്ക് ലോക്കറ്റ് ഇല്ലാതെ ബീഡ്സ് മാത്രം ഇട്ടിട്ട് ചെയ്തെടുക്കാം. ക്രിസ്റ്റൽ ബീഡുകൾ ചെയ്തിട്ട് നല്ല ഭംഗിയുണ്ടാവും കേട്ടോ. ചോക്കറിൽ ക്രിസ്റ്റൽ ബീഡ്സ് സൈഡിൽ കൊടുത്ത് ചെയ്യുമ്പോൾ നല്ല ഭംഗിയുണ്ടാവും. നല്ല കളറുകൾ എടുത്തു കഴിഞ്ഞാൽ നല്ല ഭംഗിയുണ്ടാവും. അപ്പോൾ നമ്മുടെ സെൻറ്ററിൽ ആ ഒരു ലോക്കറ്റിൻ്റെ ഭാഗം കഴിഞ്ഞു. ഇനി നമ്മൾ ശ്രദ്ധിച്ച് ചെയ്യണം, കാരണം കറക്റ്റ് 2 സൈഡും ഒരേ രീതിയിൽ വരണം, ഒരേ പോലെ വരണം. ഒരെണ്ണം കയറി ഇറങ്ങി വന്നാൽ ഭംഗി ഉണ്ടാവില്ല. അപ്പോൾ നിങ്ങൾക്ക് വേണമെങ്കിൽ ആദ്യം തന്നെ കറക്റ്റ് 2 സൈഡിലും ലോക്ക് ഇട്ട് നിർത്താം. ലോക്ക് ചെയ്ത് നിർത്തിയിട്ട് ബീഡ്സ് കോർത്ത് കൊടുക്കാം. ഞാനിപ്പോൾ ഫസ്റ്റ് അങ്ങനെ ചെയ്യുന്നില്ല. ഒരു സൈഡിൽ ലോക്ക് ഇട്ടിട്ട് ആ സൈഡിൽ ബീഡ്സ് ഇട്ട് ലോക്ക് ചെയ്തതിന് ശേഷമാണ് അപ്പുറത്തെ സൈഡിൽ ഇടുന്നത്. അപ്പോൾ ഇതിൻ്റെ ഒന്നും എത്ര നീളത്തിന് ശേഷമാണ്, എത്ര ഇത് ലെങ്ത്തിന് ശേഷമാണ് ബീഡ്സ് കോർക്കണമെന്നൊന്നും ഞാൻ പറയുന്നില്ല. അതൊക്കെ നമ്മുടെ ഇഷ്ടത്തിന് ഓരോരുത്തരുടെ കഴുത്തിനനുസരിച്ചൊക്കെയാണ് ഇത് ചെയ്യുക നമ്മൾ. അപ്പോൾ അതിൽ നമ്മളിതാ ക്രിസ്റ്റൽ ബീഡും ചെറിയ ഗോൾഡൻ ബീഡും വീണ്ടും ഒരു ക്രിസ്റ്റൽ ബീഡ്, അത്രയേ ഉള്ളൂ. ഒരുപാട് ബീഡ്സ് കോർത്ത് കൊടുത്താൽ ഇൻവിസിബിൾ ചെയിനൊന്നും ഭംഗി ഉണ്ടാവില്ല. 2-3 ബീഡിൽ കൂടുതൽ കോർക്കരുത്. ഇനി നമുക്ക് വീണ്ടും ഗിയർ ലോക്ക് ഇട്ടിട്ട് അതിനെ ലോക്ക് ചെയ്ത് നിർത്താം. ഇതിപ്പോൾ ഇങ്ങനെ കഴുത്തിൽ കിടക്കണ കാണുമ്പോൾ നമുക്ക് ബീഡ്സ് മാത്രമേ കാണുള്ളൂ, ആ ഒരു ഗിയർ വയർ കാണില്ല. അതാണ് ഇൻവിസിബിൾ ചോക്കറെന്ന് നമ്മൾ പറയുന്നത്. കാണാൻ പറ്റില്ല, ബീഡ്സിനെ മാത്രമേ കാണുള്ളൂ. കാരണം നല്ല ഭംഗിയായിരിക്കും. സാരിക്കൊക്കെ ഒപ്പം നല്ല രസമായിട്ട് നമുക്കിത് ഇടാൻ പറ്റും. ഇതിൻ്റെ അതേ രീതിയിൽ തന്നെ അതിൻ്റെ അപ്പുറത്തെ സൈഡിലും നമ്മൾ ചെയ്തെടുക്കണം. കറക്റ്റ് സൈസ് പിടിച്ചിട്ട് വേണം കേട്ടോ നമ്മൾ ഗിയർ ലോക്ക് ഇട്ട് അത് കോർത്ത് കൊടുക്കാനെങ്കിലേ അത് ഭംഗി ഉണ്ടാവുള്ളൂ. നമുക്ക് ഒറ്റ ഈ ഒരു ഇതിൽ മാത്രം നിർത്തി ചെയ്യാം, അല്ലെങ്കിൽ ഒരു വട്ടം കൂടിയും ബീഡ്സ് കോർത്ത് കൊടുക്കുക ചെയ്യാം. അല്ലെങ്കിൽ ഇതിൻ്റെ ഗ്യാപ്പ് കുറച്ച് അടുപ്പിച്ച് ഒറ്റ ബീഡായിട്ട് കോർക്കാം, എങ്ങനെ വേണമെങ്കിലും ചെയ്യാം. ഇതിപ്പോൾ ഞാൻ ഈ ഒരു രീതിയിലാണ് ചെയ്യുന്നത്. നമുക്കത് കറക്റ്റ് പിടിച്ചിട്ട് നമ്മൾ ശ്രദ്ധിക്കേണ്ടത് എപ്പോഴും 2 സൈഡും ഒരേ ലെവലിൽ വരണം. അതാണ് ഇതിൽ പ്രത്യേകമായിട്ട് ശ്രദ്ധിക്കേണ്ടത്. ലോക്ക് ചെയ്യണത് പ്രത്യേകം നമ്മൾ ശ്രദ്ധിക്കണം.
സെയിം ഇപ്പുറത്ത് ചെയ്ത പോലെ തന്നെ ക്രിസ്റ്റൽ ബീഡും ആ ഒരു ചെറിയ ബീഡും ഗോൾഡൻ ബീഡും പിന്നെ വീണ്ടും ക്രിസ്റ്റൽ ബീഡ്. വലിയ ബീഡ് ഇടരുത്, ഗോൾഡൻ്റെ ഭംഗി ഉണ്ടാവില്ല. കാരണം അപ്പോൾ അവിടെ ക്രിസ്റ്റൽ ബീഡിനേക്കാളും നമുക്ക് കാണാൻ പറ്റുക പ്രൊജക്റ്റ് ചെയ്ത് നിൽക്കുക വലിയ ഗോൾഡൻ ബീഡായിരിക്കും. അപ്പോൾ അത് വരരുത്, അതിൻ്റെ ഭംഗി ക്രിസ്റ്റൽ ബീഡ് നിൽക്കണം. അപ്പോൾ അതുകൊണ്ട് നമ്മൾ അതിൻ്റെ ഉള്ളിലിടുന്നത് ചെറിയ ബീഡായിരിക്കണം. ഇതാ വീണ്ടും നമ്മൾ ഗിയർ ലോക്ക് ഇട്ട് ലോക്ക് ചെയ്ത് കൊടുത്തു. കണ്ടോ, കറക്റ്റ് അത് ആ ലെവലിൽ വന്നിട്ടുണ്ട്. ഇനി ഞാൻ ഒരു പ്രാവശ്യം കൂടി നമ്മുടെ ബീഡ്സ് ഒന്ന് കോർത്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ അതും ഒരുപാട് ബാക്കിലോട്ടാക്കി പോകരുത്, അപ്പോൾ നമ്മുടെ കഴുത്തിൻ്റെ ബാക്കിലേക്കാവും. അപ്പോൾ ഈ ബീഡ്സും ഈ നമ്മൾ കുറക്കുന്ന ബീഡ്സും തമ്മിൽ അധികം അകലത്തിൻ്റെ ആവശ്യമില്ല. അപ്പോൾ നമ്മൾ ആദ്യം ഗിയർ ലോക്ക് ഇട്ട് വീണ്ടും ലോക്ക് ചെയ്ത് കൊടുത്തിട്ട് വേണം കേട്ടോ ചെയ്യാനായിട്ട്. അപ്പോൾ ഇതുപോലത്തെ ഒരുപാട് മാലകൾ ഞാൻ ചെയ്തിട്ടുണ്ട്, പാലക്കൊക്കെ വെച്ച് ചെയ്തിട്ടുണ്ട്. അപ്പോൾ എല്ലാവരും അതൊക്കെ ഒന്ന് പോയി കാണുക, സപ്പോർട്ട് ചെയ്യുക. ഇത് തന്നെ നമുക്ക് നമ്മുടെ ബീഡ്സിൻ്റെ ഇടയിൽ ഗുങ്കുരു ഇട്ടിട്ട് ചെയ്യാം കേട്ടോ. നിറച്ച് 2-3-4 ഗുങ്കുരു ഇട്ടിട്ട് ഗോൾഡൻ ബീഡിന് പകരം ഗുങ്കുരു ഇട്ടും ചെയ്യാം, അതും ഭംഗിയാണ്. പക്ഷേ സെയിം കളർ ഗുങ്കുരു കിട്ടണം, എങ്കിലേ ഭംഗി ഉണ്ടാവുള്ളൂ. അല്ലെങ്കിൽ വൈറ്റ് കൊടുക്കണം, എന്നാലേ രസം ഉണ്ടാവുള്ളൂ. അപ്പോൾ ഞാൻ ഗുങ്കുരു അല്ല ചെയ്യുന്നത്, അപ്പോൾ അങ്ങനെയും ചെയ്യാം. നമുക്ക് ഓരോരോ മോഡലുകൾ മാറ്റി മാറ്റി ചെയ്ത് കൊടുക്കാം. അപ്പോൾ ഇപ്പോൾ ഒക്കെ ഫാഷൻ ഇതുപോലത്തെ ഇൻവിസിബിൾ ചോക്കറുകളാണ്. ഓണത്തിനായാലും നമ്മൾ ഇതുപോലത്തെ ചോക്കറുകളാണ് ചെയ്തിരുന്നത്. ഞാൻ അതുപോലെ തന്നെ ഒരു ലീഫിൻ്റെ ലോക്കറ്റ് വെച്ചിട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ വീഡിയോസൊക്കെ ഒന്ന് പോയി കാണാം കേട്ടോ എല്ലാവരും. ഇനി നമ്മൾ വീണ്ടും നമ്മൾ ആ ചെയ്ത പോലെ തന്നെ ബീഡ്സ് കോർത്ത് കൊടുക്കുകയാണ് ചെയ്യുന്നത്. അപ്പോൾ നിങ്ങൾക്ക് ഇത്രയും ബീഡ്സ് വേണ്ടാന്നുണ്ടെങ്കിൽ ബീഡ്സ് കുറച്ചും ചെയ്യാം. ചെറിയ മക്കൾക്കൊക്കെ ചെയ്ത് കൊടുക്കാം നമുക്കിതുപോലെ തന്നെ. അപ്പോൾ അവർക്കൊക്കെ ചെയ്യുമ്പോൾ ഒറ്റ ബീഡ് ഇട്ടിട്ട് മാത്രം ചെയ്താൽ മതിയാവും. കുഞ്ഞു കഴുത്താണല്ലോ, അപ്പോൾ ഒരുപാട് ബീഡ്സിൻ്റെ ആവശ്യമില്ല. അപ്പോൾ സിംഗിളായിട്ട് ഇതുപോലെ ക്രിസ്റ്റൽ ബീഡ് ഇട്ടിട്ട് ചെയ്യാം. അപ്പോൾ ബീഡ്സ് കോർത്ത് കഴിഞ്ഞു, നമ്മൾ ലാസ്റ്റ് ലോക്ക് ചെയ്തു. ഇനി നമുക്ക് നമ്മുടെ ഫിഷ് ഹൂക്കും സൈഡ് റിങ്ങും ലോക്ക് ചെയ്ത് കൊടുക്കണം. അപ്പോൾ അതിനായിട്ട് ഒരു സൈഡിൽ നമുക്ക് ഗിയർ ലോക്ക് ഇട്ട് അതിനുശേഷം ഫിഷ് ഹൂക്ക് ഇടുക. അതിനുശേഷം നമ്മൾ ഫിഷ് ഹൂക്കിനെ മാറ്റി ഗിയർ വയറിൻ്റെ തുമ്പ് ഗിയർ ലോക്കിലൂടെ പുറത്തേക്ക് വീണ്ടും കോർത്തെടുക്കുക. നന്നായിട്ട് നമ്മുടെ ഗിയർ ലോക്ക് ഫിഷ് ഹൂക്കിൻ്റെ അടുത്ത് കൊണ്ടുവന്ന് വെച്ചതിന് ശേഷം വേണം നമുക്ക് ലോക്ക് ചെയ്ത് കൊടുക്കാനായിട്ട്. അതുപോലെ ഒന്ന് ലോക്ക് ചെയ്ത് കൊടുക്കുക. ഇനി ബാലൻസ് ഉള്ള ആ ഒരു കമ്പി നമുക്ക് കട്ട് ചെയ്ത് മാറ്റാം, അല്ലെങ്കിൽ നമ്മുടെ കഴുത്തിൽ കുത്തിക്കൊള്ളും അത്. അപ്പോൾ അതാ ഒരു സൈഡ് ലോക്കായിട്ടുണ്ട്. ഇനി നമുക്ക് അപ്പുറത്ത് സൈഡ് റിങ് ഇട്ടിട്ട് സെയിം ഇതേ രീതിയിൽ തന്നെ ഫിഷ് ഹൂക്ക് ഇട്ടിട്ട് ഗിയർ ലോക്ക് ഇട്ടിട്ട് ലോക്ക് ചെയ്യാം. അപ്പോൾ സൈഡ് റിങ്ങിന് ഞാൻ 2 കണ്ണിയും കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട്. നമുക്ക് അഡ്ജസ്റ്റ് ചെയ്ത് ഇടാനെങ്കിൽ അപ്പോൾ 2 കണ്ണിയും കൂടി ഇട്ട് കൊടുക്കാം. എപ്പോഴും നന്നായിട്ട് നമ്മുടെ സൈഡ് റിങ്ങിൻ്റെയും അതേപോലെ തന്നെ ഫിഷ് ഹൂക്കിൻ്റെ ആയാലും തൊട്ടടുത്ത് നന്നായിട്ട് വലിച്ചു കൊണ്ട് നിർത്തിയതിന് ശേഷം വേണം നമ്മൾ ടൈറ്റാക്കി കൊടുക്കാൻ, പ്രസ് ചെയ്ത് കൊടുക്കാനായിട്ട്, അല്ലെങ്കിൽ ഇത് ലൂസായിരിക്കും അവിടെ. ഇനി നമുക്ക് കണ്ണിയിട്ട് കൊടുക്കാം, അഡ്ജസ്റ്റ് ചെയ്തിടാനായിട്ട് 2-3 കണ്ണിയിട്ട് കൊടുക്കാം. അപ്പോൾ നമ്മുടെ മാലയുടെ വർക്ക് കംപ്ലീറ്റ് ആയിട്ടുണ്ട്. അപ്പോൾ ഈ മാല ഇഷ്ടമായ എല്ലാവരും ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവരൊക്കെ ഉണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. അതുപോലെ തന്നെ നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ കമൻറ്റിലൂടെ പറയുക. ഇഷ്ടമായാലും ഇഷ്ടമായില്ലെങ്കിൽ എന്തെങ്കിലും മാറ്റങ്ങളൊക്കെ വരുത്തണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ കമൻറ്റിലൂടെ പറയുക. അപ്പോൾ ഞാൻ അതിനനുസരിച്ച് ചേഞ്ചസൊക്കെ വരുത്തി വീഡിയോസ് അപ്ലോഡ് ചെയ്യുന്നതാണ്. ഞാൻ ഹെയർ ആക്സസറീസിൻ്റെ വീഡിയോസും അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ചാനലിൽ കയറി നോക്കാം കേട്ടോ വീഡിയോസൊക്കെ. അപ്പോൾ ഇനി ഒരു പുതിയ ഐറ്റം ആയിട്ട് നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം. അപ്പോൾ അതുവരെ എല്ലാവർക്കും ബൈ.